ഹായ് അസ്സലാമു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മാക്രോണിയുടെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് 200 ഗ്രാം അളവിൽ മാക്രോണിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ 2 കപ്പ് അളവിൽ വെള്ളം കടായിലൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുന്ന സമയത്ത് മാക്രോണി ഇട്ട് ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചേർക്കുന്നത് മാക്രോണി പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. എന്നിട്ട് നമ്മൾ കുറച്ച് ചിക്കൻ എടുക്കുന്നുണ്ട്. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 3-4 വിസിൽ വരത്തക്ക രീതിയിൽ വേവിച്ചെടുക്കുന്നുണ്ട്. ചിക്കൻ ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതിയാകും. എന്നിട്ട് ഇപ്പം നമ്മുടെ മാക്രോണി എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഊറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ആ മാക്രോണി വേവിച്ച കടായിൽ തന്നെയാണ് ഞാൻ 2 സവാള ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റി ബ്രൗൺ കളറായ ശേഷമാണ് ഞാൻ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. എന്നിട്ട് നമ്മൾ ചിക്കനൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മൾ മസാലപ്പൊടികളാണ് ചേർക്കുന്നത്. ഞാനൊരു 2 സ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നീട് മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് മാക്രോണി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇട്ട് കൊടുത്തത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഞാൻ കുറഞ്ഞ അളവിൽ തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാലാണ്, കുറഞ്ഞ അളവിൽ മതി. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അന്നേരം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇനി നല്ല വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. താങ്ക് യു, ബൈ.